എ ഡ്രാഫ്റ്റ് ഓഫ് കൈൻഡ്നസ് എന്ന പാഠത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നമുക്ക് പോകാം. ചാൾസ് ഡിക്കൻസിൻ്റെ ദ ഓൾഡ് ക്യൂരിയോസിറ്റി ഷോപ്പ് എന്ന നോവലിൽ നിന്നുള്ള ഒരു ഭാഗമാണ് എ ഡ്രാഫ്റ്റ് ഓഫ് കൈൻഡ്നസ്. നെൽ എന്ന പെൺകുട്ടിയുടെയും അവളുടെ മുത്തശ്ശൻ്റെയും കഥയാണിത്. തങ്ങളെ കടക്കെണിയിലാക്കിയ ക്രൂരന്മാരായ പലിശക്കാരിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവർ ലണ്ടൻ നഗരം വിടുന്നു. ഗ്രാമപ്രദേശങ്ങളിലൂടെ അവർ ദൈർഘ്യമേറിയതും അനിശ്ചിതത്വം നിറഞ്ഞതുമായ ഒരു യാത്ര ആരംഭിക്കുന്നു. കയ്യിൽ ആവശ്യത്തിന് ഭക്ഷണവും പണവും ഇല്ലായിരുന്നിട്ടും പരസ്പരമുള്ള സ്നേഹം അവർക്ക് ധൈര്യം നൽകുന്നു. ഗ്രാമാന്തരങ്ങളിലൂടെ അവർ നടന്നു നീങ്ങി. ചെറുവീടുകൾ, കൃഷിയിടങ്ങൾ, കടകൾ, ഒരു പള്ളി, പച്ചപ്പ് നിറഞ്ഞ വയലുകൾ, ധാരാളം മൃഗങ്ങൾ എന്നിവയൊക്കെ അവർ കാണുന്നു. കുറേ അധികം ദൂരം നടന്നിരുന്നാൽ വിശപ്പും ക്ഷീണവും അവരെ തളർത്തി. യാത്രക്കാർക്കായുള്ള ഒരു ചെറിയ സത്രത്തിൽ അവർ ഒരു രാത്രി ചിലവഴിക്കുന്നു. അടുത്ത ദിവസം രാവിലെ അവർ യാത്ര തുടർന്നു. വൈകുന്നേരമായപ്പോഴേക്കും നെൽ വളരെ ക്ഷീണിതയാകുകയും വിശ്രമിക്കാൻ ഒരു സ്ഥലവും കുടിക്കാൻ അല്പം പാലും കണ്ടെത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ തീ കാഞ്ഞുകൊണ്ട് ഒരു വൃദ്ധൻ ഇരിക്കുന്ന ചെറിയ ഒരു വീട്ടിലേക്ക് അവൾ ചെല്ലുന്നു. ആ വൃദ്ധനും കുടുംബവും സ്നേഹത്തോടെ അവരെ സ്വീകരിക്കുന്നു. ഭാര്യയും 3 മക്കളുമാണ് അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്നത്. അവർ നെല്ലിനും മുത്തശ്ശനും കുടിക്കുവാൻ പാലും ഇരിക്കാൻ സൗകര്യപ്രദമായ സ്ഥലവും നൽകുന്നു. വൃദ്ധൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയും സൈനികനായിരിക്കെ മരിച്ചുപോയ തൻ്റെ മകനെ സങ്കടത്തോടെ ഓർക്കുകയും ചെയ്യുന്നു. അതൊരു ചെറിയ വീടാണെങ്കിലും വൃത്തിയുള്ളതും സൗകര്യപ്രദവുമായിരുന്നു. നെല്ലിന് അവിടെ ഇരിക്കുമ്പോൾ വളരെ സമാധാനം തോന്നി. എന്നിരുന്നാലും യാത്ര തുടരാനായിരുന്നു മുത്തശ്ശൻ ആഗ്രഹിച്ചത്. ആ വീട്ടിൽ ഒരു ദയയുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ നെല്ലിൻ്റെ കാല് പൊള്ളിയിരിക്കുന്നതും അത് കാരണം നെല്ലിന് വേദന എടുക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നു. ആ സ്ത്രീ നെല്ലിൻ്റെ കാലുകൾ മൃദുവായി കഴുകുകയും മരുന്ന് പുരട്ടുകയും ചെയ്തു. അവരുടെ കരുണയിൽ നെല്ലിൻ്റെ മനസ്സ് അലിഞ്ഞു പോകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് അവൾക്ക് പറയാൻ കഴിഞ്ഞത്. അവിടെ നിന്നും യാത്ര തിരിച്ച് ഒരു നാഴിക പിന്നിട്ടപ്പോൾ പുറകിൽ നിന്നൊരു കുതിരവണ്ടിയുടെ ശബ്ദം കേട്ടു. തങ്ങളെ സ്വീകരിച്ച ആ കുടുംബം തങ്ങളെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുവാൻ ആവശ്യപ്പെട്ടു എന്ന് വണ്ടിക്കാരൻ അവരോട് പറയുന്നു. വണ്ടിക്കാരൻ അവരെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. അവർ വളരെ ക്ഷീണിതരായിരുന്നാൽ ആ യാത്ര വലിയൊരു ആശ്വാസമായിരുന്നു. നഗരത്തിൻ്റെ അതിർത്തിയിൽ വണ്ടിക്കാരൻ അവരെ ഇറക്കി വിട്ടു. തങ്ങൾക്ക് ലഭിച്ച കരുണയ്ക്കായി നന്ദിയുള്ളവരായി ഒരു പള്ളിയുള്ള സ്ഥലത്തിൻ്റെ വഴിയിലൂടെ അവർ യാത്ര തുടരുന്നു. നമ്മൾ ചെയ്യുന്ന ചെറിയൊരു കാരുണ്യപ്രവൃത്തിക്ക് പോലും കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകാൻ കഴിയുമെന്നാണ് ഈ പാഠഭാഗം നമുക്ക് കാണിച്ചു തരുന്നത്. കഷ്ടപ്പെടുന്നവരോട് കരുണയുള്ളവരും കരുതലുള്ളവരും സഹായിക്കുന്നവരുമാകാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു.